പുല്ലല്ല ഇത്, ഇതിന് മെയിൻ നെല്ല്. ഈ നെല്ല് അങ്ങനെ തന്നെ ചുറ്റി കൂട്ടിയിട്ട് അത് മാത്രം പറിച്ച് കഴിക്കുക അല്ലേ. നമ്മൾ പണ്ടേ എൻ്റെ ഫാദർ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പാരമ്പര്യം ഞാൻ ഏറ്റെടുത്തതാണ്. പക്ഷെ അതിപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയായിപ്പോയി. ഇല്ല ചെയ്യൂല, ഞാൻ നിർത്തി. കാരണം എത്ര പൈസ നഷ്ട. ഈ നെല്ലാണ് നശിപ്പിച്ചത്. പിന്നെ എന്താ ചെയ്യുക? ഇത്ര ദിവസം ഉണ്ടായിട്ട് 15 ദിവസം കൂടി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കഴിച്ചലായി പോകും. എന്നിട്ട് ആ ഫോറസ്റ്റുകാർ വന്നിട്ട് മറ്റേ പന്നിയാന്ന് പറഞ്ഞു. ഇത്തിരി ഇത് കണ്ടിട്ട് കണ്ടില്ല, ഓല് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് അയൽവാസികളോട് ഇത് പന്നി ഇറങ്ങിയതാണ്. കാട്ടാനെ ചവിട്ടി സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ നെഞ്ചത്തല്ലേ. പിന്നെ പറഞ്ഞാൽ മതിയോ? ഇതിവിടെ എന്താ പറയുക, ഞാൻ മതിയായിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഈ ഞായറാഴ്ച മുതൽ സമാധാനമില്ല. ഇപ്രാവശ്യം കട എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല, ഫുൾ കടയായിരിക്കും. കാരണം ഇത് കൊയ്ത് കഴിഞ്ഞിട്ട് വേണം ട്രാക്ടറുകാരൻ വരും, അവർക്ക് പൈസ കൊടുക്കണം. ഈ നഷ്ടമായതൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. വളക്കടയിൽ അവർക്ക് പൈസ എല്ലാം നമ്മൾ കൊയ്തിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇതാക്കുന്നത്. അതാണ് പ്രശ്നം, ഫുള്ള് നഷ്ടം. അതാ ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല, ഇത് ഒഴിവാക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ആർക്കും വേണ്ടല്ലേ. ഇനി നമുക്ക് എന്തിനാ ഇത് ഇത്ര സാധനം കിട്ടിയിട്ട് എന്താക്കാനാ? അത്രയും നഷ്ടങ്ങൾ, കടങ്ങൾ വന്ന് ഓരോ ഇസാഫ് എന്ന് പറഞ്ഞ ബാങ്കിനൊക്കെ ലോൺ എടുത്തിട്ട് നമ്മളിത് ചെയ്തേ. അല്ല, ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാനൊരു പാവപ്പെട്ട ഒരു കണ്ട ഒഴിവില്ല, എല്ലാം പോയി. ഒരു കണ്ടത്തിൻ്റെ എത്രയാ പോയേ നോക്കി. ഇതിലെ വന്ന് ഇതിലിറങ്ങി, അതിലേക്ക് ഇറങ്ങി. ഇതിലേതാ വഴി? ഇത് ഇപ്പുറത്തോട്ട് ഇപ്പോൾ കാല് നടന്നു പോയ പാടാട്ടോ. ഇതിലെല്ലാം ഇറങ്ങി ഫുള്ള് പറിച്ച് കിട്ടും. എല്ലാം അത് പറിച്ച് തിന്നതിൻ്റെ ബാലൻസുകൾ. ഇത് കണ്ടോ, ഈ ആനകൾ രാത്രി വന്നിട്ട് ഇന്നലെല്ലാം വന്നിട്ട് പറിച്ചിട്ട കോല ഇത്. ഈ ചുറ്റുഭാഗം കണ്ടില്ലേ, ഇതിലെല്ലാം മൊത്തം ഒരു മണി നെല്ലില്ല ഇതിൽ ശരിക്കും. എല്ലാം അതാ പിണ്ടാതാ അതുണ്ടോ അവിടെ ഉണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പനമരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് കാട്ടാന നെൽകൃഷി, നെൽപ്പാടം വളരെ ഭീകരമായ രീതിയിൽ നശിപ്പിച്ച ഒരു ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ കർഷകനെ നമ്മൾ നേരിട്ടൊന്ന് കാണാനായിട്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ വയനാട്ടിൽ പൊതുവെ ഈ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് വിളവെടുക്കുന്ന മാസങ്ങളാണ്. ഈ ഒരു മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ട് നിൽക്കുന്നതും. കറക്റ്റ് ആ വിളവെടുപ്പിന് 15 ദിവസമൊക്കെ പ്രായമുള്ള, 15 ദിവസം കൂടെ കഴിഞ്ഞാൽ വിളവെടുക്കാൻ പാകത്തിനുള്ള നെല്ലൊക്കെ കാട്ടാന കൂട്ടത്തോടെ കളഞ്ഞിരിക്കുകയാണ്. അതറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് പനമരത്താണ്. ഇവിടെ മാത്തൂർ വയൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു കർഷകൻ്റെ 2.5 ഏക്കർ നെല്ല് പൂർണ്ണമായിട്ടും കളഞ്ഞ രീതിയിലാണുള്ളത്. നമ്മൾ ഏതായാലും ആ പ്രദേശത്തേക്ക് പോവുകയാണ്. നമുക്ക് എന്നിട്ട് ആ കർഷകനോട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പേരെങ്ങനെയാണ്? അജ്മൽ. ഇവിടെ എത്ര നാളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങാൻ തുടങ്ങിയ ആന ഇന്നലെ രാത്രിയും കൂടി വന്നിടേണ്ടില്ല. ഇതെല്ലാം ഫുള്ള് ഇന്നലെ ഇറങ്ങിയത് ഇവിടെ ഇങ്ങോട്ടേക്ക്. പിന്നെ അങ്ങോട്ടേക്കാണ് കൂടുതൽ, താഴെ ഭാഗത്തേക്കാണ് അധിക ഭാഗം പോയത്. കളഞ്ഞതല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണ് രാത്രി? അപ്പം നിങ്ങളിവിടെ കാവൽ കിടക്കുന്നുണ്ടോ? രാത്രി കാവൽ കിടക്കാൻ നമുക്ക് ഇവിടെ കാവൽ കിടക്കുന്നില്ല. പിന്നെ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റുകാരെ രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് അവർ വന്ന് ഇന്നലെ ഇവിടുന്ന് ആ റോട്ടും വന്ന് ടോർച്ച് അടിച്ചിരുന്ന് അയൽവാസി ഇവിടെ എന്നോട് പറഞ്ഞത് ആന ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സ്വന്തം സ്ഥലമാണോ? സ്വന്തമല്ല, ഞാൻ പാട്ടത്തിനടുത്താണ്. ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 2 ഏക്കർ 47 സെൻറ്റ്. 47 സെൻറ്റ്. അപ്പോൾ ഇത് എത്ര ദിവസം ഇത് തുടങ്ങിയിട്ട്? ഒരാഴ്ച ആയിട്ടല്ലേ? ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത് വന്നിട്ട് ഫുള്ള് ഇറങ്ങിയത്. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങി, അതിൻ്റെ പിറ്റേന്ന് ഇറങ്ങി അതിലെ അങ്ങ് അപ്പുറത്തെ അവരെ പറമ്പിലേക്ക് കയറി. പിന്നെ ഇന്നലെ ബാക്കിയാണ്. അല്ലേ? ഇത് ഏത് തരം നെല്ലാണ്? ഇത് എന്താ പറയുക, മട്ടയാണല്ലേ? ഇത് ഒരാനയുള്ളോ? ഇതെങ്ങനെയാണ്? ഇവിടെ ഇവർ പറയുന്നത് 3-4 ഉണ്ട്. നിങ്ങൾ ഇതുവരെ നേരിട്ട് കാണാം? ഞാൻ കണ്ടിട്ടില്ല. രാത്രി 11 മണിക്കൊക്കെ ഇറങ്ങുന്നത്. ഏത് ഭാഗത്താണ് ആന വരുന്നത്? അവിടെ വഴിയുണ്ട്. അവിടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് കുറേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഫുള്ള് കാട് പിടിച്ച സ്ഥലങ്ങളാണ്. ഇതിലാണ് ഇറങ്ങി വരുന്നത്. വഴിയുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം. ആന ഏത് ഭാഗത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറം അമ്മാനി അങ്ങനെ വരുന്ന ആനയാണ്. ഇവിടുന്ന് 4-5 കിലോമീറ്റർ അപ്പുറം 5-8 കിലോമീറ്റർ ഉണ്ട്. ഇത്ര ഉണ്ടല്ലേ?
ഇത്രയും ദൂരെ നാന ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഇതെല്ലാ വർഷവും ഇങ്ങനെ ഈ സ്ഥിരമായി വാലി കൂടെ വരുന്നതാണോ, അങ്ങനെയാണോ? എനിക്കറിയില്ല, ഇവിടെ കറക്റ്റ് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ ആദ്യമായിട്ട് എടുത്തല്ല ഇവിടെ. അതെ അല്ലേ? ഞാൻ അറിയില്ല, ആന ഇറങ്ങുന്ന സ്ഥിതി ഞാൻ അറിയില്ലല്ലോ. അല്ലേ? ഇതിപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഫോറസ്റ്റുകാരോട് പരാതിപ്പെട്ടോ? ഫോറസ്റ്റുകാർ അപ്പം തന്നെ വിളിച്ചു. ഞാൻ ഞായറാഴ്ച വിളിച്ചു. അപ്പം അവർ വന്ന് നോക്കി. പോരായിട്ട് ഇന്നും വന്ന് നോക്കി അവർ. ഇന്നലെ ഇറങ്ങിയത് ഇന്നലെ ഇറങ്ങിയതാണ് ഇത്. ഈ മേൽഭാഗങ്ങൾ ഇതെല്ലാം ഈ കാണുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നത്. അതെ അതെ, അങ്ങനെ ചവിട്ടിയത് അധികം പോയത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? താഴെ കാണാം, ആന പിട്ടം വരെ ഉണ്ട്. ആണല്ലേ? അപ്പോൾ എന്താ ഇത് കൃഷി വകുപ്പിന് അങ്ങനെ എന്തെങ്കിലും അറിയിച്ചോ? മറ്റേ ഇവർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പേപ്പർ റെഡിയാക്കിയിട്ട് വന്നു. ഇന്നലെ ലീവായിരുന്നല്ലോ, ഇന്നലെ ഇവിടെ ഹർത്താലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഓഫീസ് തുറന്നില്ല. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പം അന്നേരമാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നഷ്ടപരിഹാരം കിട്ടും? നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇൻഷൂർ ചെയ്ത നെല്ലാണ്. ഇൻഷൂർ ചെയ്ത നെല്ലാണ്. അപ്പം ഇങ്ങനെ ആനയല്ലാതെ വേറെ പന്നി പന്നിയുണ്ട്. പന്നി അത് അവിടെ ഫുള്ള് വരമ്പൊക്കെ കുത്തി നശിപ്പിച്ചാൽ. ആണല്ലേ? പന്നി ഭയങ്കര ശല്യമാണ്. പന്നിയും ആനയും രണ്ടും ഉണ്ട്. എനിക്കെന്നാ എങ്ങനെയൊക്കെയാ എവിടേക്കാ നശിപ്പിച്ചതെന്ന് കാണിച്ചാൽ. നമുക്ക് ഈ പ്രദേശത്തൊക്കെ നമുക്കൊരു ഗ്യാപ്പ് കാണാം. അങ്ങനെ ഇതുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കോടൊക്കെ ഇങ്ങനെ പോയതാട്ടോ, നശിപ്പിച്ച് പോയിട്ടുണ്ട്. കുറേ ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട്. നമുക്കത് ആകാശത്തു നിന്ന് നോക്കിയാലേ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. ഇതുണ്ടോ ഇറങ്ങി ഇതിലിറങ്ങി പോയതാണ് ചവിട്ടിപ്പോയതല്ലേ? അങ്ങോട്ട് പോയാൽ നല്ല കാണാം. അങ്ങോട്ടുണ്ടല്ലേ? ഇതെല്ലാം ആണ് പോകുന്ന വഴി. ഇതുണ്ടോ? ആണല്ലേ? ഇത് ഇന്നലെ ഇങ്ങനെ പോയ വെച്ചേക്കോലെ. ഇത് നാശകോശമാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും ഉണ്ടല്ലേ? ഇതാ എല്ലാം മൊത്തം ഒരു കണ്ട ഒഴിവില്ല. എല്ലായിടത്തും ഒറ്റ കണ്ട ഒഴിവില്ല. അതുണ്ടോ? ഇതാ ഇതിലെങ്ങനെ വന്ന് ഇതിലിറങ്ങി അതിലിറങ്ങി അതിൻ്റെ അപ്പുറത്തിറങ്ങി. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല കേട്ടോ. കുറച്ച് ഉണ്ടോ, ഇത്രയും ഭാഗം പോയി കിടക്കോട്ടെ. ഇതിൻ്റെ ഇടയ്ക്കോടെ മൊത്തം ചവിട്ടിയ പാടൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാം. ഇവിടെ ഇതുപോലെ തന്നെ കാണാൻ എല്ലാം പോയി, എവിടെയും ബാക്കിയില്ല. മൊത്തം നശിപ്പിച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഇതാ എല്ലായിടത്തും കളഞ്ഞിട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം ഫുള്ള് പോയില്ലേ? പകുതിയോളം നഷ്ടപ്പെടുത്തു. ഇത് എത്ര ദിവസം കൊണ്ട് കൊയ്യാനായ? ഇതൊരു 15 ദിവസം കൊണ്ടാവും. കാരണം അതെല്ലാം കണ്ടില്ല, മൂത്ത് കിടന്നു. 15 ദിവസം കൊണ്ട് കൊയ്തെടുക്കാൻ പറ്റും. എല്ലാ സൈഡും കളഞ്ഞിട്ടുണ്ടല്ലേ? ഇതാ മോൾ ഭാഗമെല്ലാം കളഞ്ഞു. ഇതാ ഇത് പന്നിയായി കണ്ടം കുത്തി കളഞ്ഞല്ലേ? ഇത് പന്നി. പിന്നെ മേൽഭാഗമെല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇങ്ങോട്ടൊക്കെയാണ് അധികം നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയതല്ലേ? കണ്ടമാനം പൊക്കി ഇങ്ങോട്ട്. മൊത്തം എത്ര കണ്ടമുണ്ട്? മൊത്തം ഇത് 2.45 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഉണ്ടാവുമല്ലോ. അല്ല കണ്ടം 10-20-25 കണ്ടോ? 25 കണ്ടോ അല്ലേ? ഉണ്ടോ? ഇതിലൊക്കെ ഫുള്ള് ചാവിട്ടി നശിപ്പിച്ചേക്കുന്നുണ്ടോ? കണ്ടോ? പറിച്ച് അത് മൊത്തം പറിച്ചെറിയാണ് സാധനം. ഇങ്ങനെ പറിച്ചെറിയാണ്, അത് ഇതാകുന്നില്ല. ഇങ്ങോട്ടാണ് ഇഷ്ടം. ഇതൊക്കെ നടന്നു പോയിട്ടുണ്ടല്ലേ? എല്ലാം ഒരു കണ്ട ഒഴിവില്ല. എല്ലാ കണ്ടും നോക്കിയാലും അറിയും. ഇതാ കണ്ടോ, ഇതുണ്ടില്ലേ? ഇക്കണ്ടോ ഇതെല്ലാം പൊക്കി. ഒരു കണ്ടം ബാലൻസ് ഇല്ല, എല്ലായിടത്തും കളഞ്ഞു കേട്ടോ. ഇത് ഞായറാഴ്ച മുതൽ കണ്ടിന്യൂസ് ഇറങ്ങുന്നുണ്ടല്ലേ? ഞായറാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ രാത്രി വന്നു. ഉണ്ടോ? ഇതൊക്കെ ഫുള്ള് പോക്കി. ചവിട്ടി കളയാക്കട്ടെ, കംപ്ലീറ്റ് കളയാക്കണം. ഉണ്ടോ? ആ സൈഡെല്ലാം അത് ഇത് ഉണ്ടോ? മൊത്തം ഗ്യാപ്പായി. ഇതാ പിട്ട ഇതുണ്ടോ? ഇന്നലെ വന്ന പച്ചപ്പിട്ട കണ്ടോ? ഇതാ ഇതുണ്ടില്ലേ? ഇന്നലെ വന്നതിൻ്റെ പോലെ അത്. എന്നിട്ടോ എന്താ പറഞ്ഞേ? ഇതോ എൻ്റെ പള്ളി, ഇത് പന്നി വന്നിയാന്ന് പറഞ്ഞു പോലെ. ഞാനിപ്പം കണ്ടിട്ടും പറഞ്ഞു. ഇത് കണ്ടില്ല അവര്? അയ്യോ, ഓല് ഇത് ഇങ്ങോട്ടൊക്കെ ഒന്നും വന്നിക്കില്ല അന്നേരം? അങ്ങനെ മാത്രമേ വന്നിക്കുള്ളൂ. എന്നിട്ട് പന്നി വന്നിയാന്ന് പറഞ്ഞാലിഞ്ഞോ? എവിടെ? അതെല്ലാം പോയി. അതുകൊണ്ടോ? അത് മെഞ്ഞാന്ന് വന്ന പിണ്ടാണ് അത്. ഇത് ഈ കളർ വ്യത്യാസം കാണുന്ന മൊത്തം
അത് മൂത്ത് വരുന്ന അതാണ്ടോ അത് മെഞ്ഞാന്ന് ഇതെല്ലാം ആന തിന്നു പോയതാ ഇതെല്ലാം അതാ പിണ്ടാതാ അതാണ്ടോ ഇത് ഇന്നലെ വന്നേ എന്നിട്ട് പോലും പറഞ്ഞാലോ ഇതിപ്പോൾ 2 ദിവസം കൂടെ വന്നാൽ തീരുന്നല്ലേ മൊത്തം. പിന്നെ കയ്യും എനിക്ക് കയ്യാനൊന്നുമില്ല, കൊയ്യാനടി ഇടയില്ല. കംപ്ലീറ്റ് ഇട്ട് എന്തോരാന്നല്ലേ അല്ല എന്തോരല്ലേ കളഞ്ഞേക്കുന്നത്. പിന്നെ കണ്ട വന്നു. നിങ്ങൾക്ക് ഈ 2.5 ഏക്കർ കൃഷി ചെയ്യാൻ എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട്? ചിലവ് എന്ന് പറഞ്ഞാൽ 45,000 റുപ്യ ഇപ്പോൾ ട്രാക്ടർ എനിക്ക് കൊടുക്കാൻ തന്നെ ഉണ്ട്. വണ്ടി പൂട്ടിയത് അവര് നമ്മളിത് കൊയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓർഡർ. ഇത് ഫസ്റ്റ് പൈസ ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ സ്ഥിരം പൂട്ടുന്നതായതുകൊണ്ട് കൊയ്തിട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതാ അത് ചവിട്ടുപാടി അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചവിട്ടുപാടെല്ലാം ഇങ്ങോട്ട് ഇഷ്ടം പോലെ കുഴിയാലേ ഇതുണ്ടില്ലേ ഇതാ ഒക്കെ നശിപ്പിച്ചേക്കുന്ന കേട്ടോ. കുഴി ഇപ്പം കുഴിക്കാത്ത പോകാൻ മൊത്തം ചവിട്ടിയില്ല. നല്ല കാൽപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. നശിപ്പിച്ചിട്ട് ഉണ്ടാക്കിയൊക്കെ ഇത് മൊത്തം കളഞ്ഞാലേ ഏരിയ. പിന്നെ ഏരിയ മൊത്തം തീർന്നു കേട്ടോ. അതുകൊണ്ടില്ല ഇതിലേ ഇറങ്ങി ഇതിലേ വന്ന് ഇതിലേ കയറി അപ്പുറത്ത് കണ്ടത്ത് പോയി അതിൽ പോയി. ഒരു കണ്ട ഒഴിവില്ല, എല്ലാം പോയി. ഒരു കണ്ടത്തിൻ്റെ എത്രയാ പോവേ നോക്കി. ഇതിലെ വന്ന് ഇതിലിറങ്ങി അത് അതിലേക്ക് ഇറങ്ങി. ഇതാ ഇതിലേതാ വഴി? ഇത് ഇപ്പുറത്തോട്ട് ഇതണ്ടില്ല ഈലി ഇതാ ഇപ്പം കാല് നടന്നു പോയ പാടാട്ടോ. കൊയ്തെടുത്തല്ലേ മൊത്തം. ഇതാ ഇതിലെല്ലാം ഇറങ്ങി ഫുള്ളിച്ച് പറിച്ച് കിട്ട്. ഇതെല്ലാം അത് പറിച്ചിട്ടതാ, എല്ലാം അത് പറിച്ച് തിന്നതിൻ്റെ ബാലൻസുകൾ. അല്ലാതെ അരിയൊന്നും ഇതില്ലല്ലേ, മണിയില്ലല്ലേ? മണി മൊത്തം ഇങ്ങനെ തെന്നിച്ചെടുക്കുമായിരിക്കും അല്ലേ? ഫുള്ള് എടുക്കുക കണ്ടില്ലേ. ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഉണക്കി കഴിഞ്ഞു. ഒന്നൊന്നുമില്ല. എന്താ ചെയ്യുക? ഇത്രയല്ലേ നിങ്ങളെ സ്ഥലമില്ല. ഇതിങ്ങനെ ഈ ബൗണ്ടറി ഇങ്ങനെ ഇതാണ്ട വന്നു ഇത് ചാവിട്ടി കൊളാക്കി. ഇനിയിപ്പോൾ ഈ പൊങ്ങി വെക്കുന്നതൊക്കെ നാളെ മറ്റന്നാളും കൊണ്ട് തീരുമാനമാവും അല്ലേ? പക്ഷേ ഇത് ഒന്നിൽ കൂടുതലുണ്ടല്ലോ എന്തായാലും. ഏത്? 3-4 അല്ലേ? ഓ പനവരത്ത് ഇറങ്ങി അതേ ആനയാ? അറിയില്ല, ഏതാന്ന് നമുക്കറിയില്ലല്ലോ. അതിലാണ് ഇറങ്ങി വരുന്നത്. അവിടെ വഴിയുണ്ട് ഈ വഴിക്ക് ഇറങ്ങി വരുന്നത്. ആ തോട്ടത്തുനിന്ന് ഇറങ്ങി വരുന്നത് വഴിയിൽ നിന്ന് കാണിച്ചു തന്നെ. മുത്ത അന്നേരം ഒന്ന് എന്നെ വിളിച്ചാൽ മതിയേനു. അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേനു. അത്രേനു ചന്ദ്രേട്ടനെ വിളിച്ചിട്ട് ഇറങ്ങണേ. ഇതാ വഴി ഇതാ. നെഞ്ഞാന്ന് ഇത്ര താണിക്കില്ലായിരുന്നു. നെഞ്ഞാന്നേ ഇതിത്ര താണിട്ടില്ലേനു. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കൂടുതൽ ഇത് കണ്ടില്ലേ. ഈല വരിക. അയില മാത്രമല്ല ഇതാ ഇതിലും ഉണ്ട് വഴി. ഇതായില്ലോ ഇറങ്ങി വരുന്ന വഴിയാട്ടോ ഈ കണ്ണ്. ഇതാരെങ്കിലും തോട്ടാ ഇതൊക്കെ? അല്ലേ ഇതിലേ വരുന്നുണ്ടെന്നല്ലേ? ഇതിലെ ചിലപ്പോൾ തിരിച്ച് കയറിപ്പോയതായിരിക്കും. ഇതുണ്ടോ? ഇതാ തിരക്കിട്ട് കയറിപ്പോയതായിരിക്കും. ഇതാ ഇതിലെ ഈ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൽ ഇങ്ങനെ കയറിയാ ഇതിലേം വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതിലേ വന്നിട്ട് ഇങ്ങനെ അല്ലേ ഉണ്ടോ? ഇതിലാണ് ഇറങ്ങുക അങ്ങോട്ടേക്ക് അല്ലേ? ഇതിൽ പിന്നെ അപ്പുറത്ത് മേലെയുണ്ട്, മുകളിലുണ്ട്. ഇനി അപ്പുറം ഉണ്ട്. അതാ മുകളിൽ. അപ്പോൾ ഇത് എത്ര എണ്ണോ? അതല്ല 3-4 ഉണ്ടല്ലേ? ഇതിനൊരു നടപടി ഇല്ലല്ലോ.
കണ്ടോ? ഓ അതാ നടുഭാഗം മൊത്തം ഇതിലേ വരുന്നുണ്ടല്ലേ. പിന്നെ ഇതാ വഴി കേട്ടോ, ഇത്രയും ഈ വഴിയെ മൊത്തം വരുന്ന കേട്ടോ. ഇതിലിങ്ങനെ വന്ന് നടുഭാഗം മൊത്തം കളഞ്ഞല്ലേ. എന്ത് ചെയ്യും? ഇത്രയും കണ്ടിട്ട് ഇനി എന്താ അടുത്ത വർഷവും കൃഷി ചെയ്യാനുള്ള താല്പര്യം? ഇല്ല ചെയ്യൂല, ഞാൻ നിർത്തി. കാരണം എത്ര പൈസ നഷ്ട, കണ്ടമാനം പൈസ പോയി കിടക്കല്ല. എത്ര ഉറുപ്പ്യ ലോണും അതും ഇതെല്ലാം എടുത്തിട്ടും ഈ 2.5 ഏക്കർ കൃഷി ചെയ്യാൻ എത്ര രൂപ? ഇതിപ്പോ നമുക്ക് ട്രാക്ടറിന് അടക്കം എത്ര രൂപ? ട്രാക്ടർ വളം എല്ലാം റേറ്റ് കൂടി ഇപ്പോൾ. കാരണം ട്രാക്ടറിന് 1300 റുപ്യ ഒരു മണിക്കൂറിന് കൊടുക്കണം. ഈ കണ്ടെല്ലാം ലെവലാക്കി എടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ? 45,000 സംതിങ് റുപ്യ ഇത് പൂട്ടിയ പൈസ മാത്രമേ. പിന്നെ ഇത് നടല്, ഇത് പെണ്ണുങ്ങളെ വിളിച്ച് നടിയിക്കുന്ന അതിൻ്റെ അവരിലുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം കൂടി വെച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇത് മുതൽ തന്നെ കിട്ടിയ തന്നെ നട്ടിട്ട് മുതൽ തന്നെ കിട്ടിയ തന്നെ ഇനി അതും കിട്ടൂല. പോയില്ലേ, പകുതിയോളം പോയില്ലേ, പകുതിന് മേലെ പോയില്ലേ. അതാണ് നമ്മളെ സ്ഥിതി. ഇത്ര ഉറുപ്പ്യ കടത്തില്ല. വലിയ അവസ്ഥ. പിന്നെ വമ്പ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാര്യമില്ല, ആരോട് പറയുക. നമ്മളേതായാലും ഈ പാടത്ത് നിന്ന് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യം കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. കാരണം നമ്മൾ നിലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആ ഒരു ആകാശ ദൃശ്യം കൂടെ കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാടത്തോടെയൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ വലിയ വഴി പോലെ ആക്കി ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടു. ഇതൊക്കെ ഈ നെൽപ്പാടങ്ങളാണ്. ആന നടന്നു പോയ വഴിയാണ്. ഇപ്പോൾ അതായത് ഈ നെൽപ്പാടം കംപ്ലീറ്റും ഏകദേശം തീർന്ന പോലെ ഒരു കണ്ടം പോലും ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തും ചവിട്ടി മെതിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ചില സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ടും നെല്ല് തിന്ന് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ നടന്ന് ചവിട്ടി മെതിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രയാസം തോന്നുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ആകാശത്ത് നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിക്കത്തെ ഒരു പിക്ചർ കിട്ടുന്നത്. നമ്മൾ താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും ഇത് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഏകദേശം വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ വളരെ ഭീകരമായിട്ടാണ് ഇവിടുത്തെ സാഹചര്യം ഉള്ളത്. കണ്ടോ, ഈ ഒരു പ്രദേശമൊക്കെ ചവിട്ടി നാശമാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. ഏത് സൈഡിലേക്ക് നോക്കിയാൽ ഇതാണ്ടോ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇച്ചിരി പൊങ്ങി നിന്ന് നോക്കിയാൽ മാത്രമേ അപ്പുറ സൈഡൊക്കെ കാണത്തുള്ളൂ. കാരണം അത്യാവശ്യം നല്ല ഉയരത്തിൽ നെല്ലൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട്. കാരണം വിളവെടുക്കാൻ പ്രായമായ നെല്ല് തന്നെയാണ്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ വിളവെടുക്കേണ്ട നെല്ലുകളാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കോലത്തിലാക്കിയിട്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം കർഷകർ എത്ര അധ്വാനിച്ചിട്ടാണ് ഈ ഒരു കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഒരിക്കലൊന്ന് പാടത്തോ പറമ്പിലൊക്കെ ഒന്ന് പോയി അവരുടെ കൂടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ വെയിലും മഴയൊക്കെ കൊണ്ട് ഇതിനെ സംരക്ഷിച്ച് 6-7 മാസം കൊണ്ട് ഇതിങ്ങനെ വിളവെടുക്കാൻ പാകത്തിനാക്കി. 6-7 മാസമല്ല, അതിന് മുന്നേയും കണ്ടം ഉഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളം അധ്വാനിച്ചിട്ടാണ് ഒരു നെൽകർഷകർ നെല്ല് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും വളരെയധികം പ്രയാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഇതുപോലെ നെല്ല് നശിപ്പിക്കുന്ന കാഴ്ചകൾ ഇതാദ്യമായിട്ടല്ല കാണിക്കുന്നത്. ഇതിന് മുന്നേ വയനാട്ടിലെ പല ഭാഗത്തും നമ്മൾ കണ്ടിരിക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു സീസണും അവിടെ വരികയായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിരന്തരം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി ഉണ്ടാകട്ടെ. ആനയുടെ ഒപ്പം തന്നെ കാട്ടുപന്നിയും കണ്ടമൊക്കെ ഇടിച്ച് നശിപ്പിക്കുന്ന പരിപാടിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. അത് പിന്നെ പന്നി ആയതുകൊണ്ട്
ആളുകൾ ഇപ്പോൾ മൈൻഡാക്കാതെ വിടുകയാണ്. പക്ഷേ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയല്ല. ഒരു പ്രാവശ്യം കയറിയാൽ ഇത്രയും ഒരു ഏരിയ തീർക്കാൻ ആനയ്ക്ക് ഒരു രാത്രി മതി. അറിയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ബാക്കി നിൽക്കുന്നത്. പക്ഷേ എന്തായാലും നല്ലൊരു ശതമാനം, ഒരു 70% ഇവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ തുടരാനായിട്ട് സാധ്യതയുള്ളത്. ഇപ്പോൾ ഇവിടെ വന്ന് ഇവരോട് സംസാരിക്കുമ്പോഴാണേലും ഇവരാണേലും പറയുന്നത് അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം, നമുക്ക് ഒരു നഷ്ടപരിഹാരം പോലും കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ്. വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതോ നശിപ്പിച്ചു, എന്നാൽ കൃത്യമായിട്ട് ഈ പാവടിച്ച മനുഷ്യർക്ക് നഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ആ നഷ്ടപരിഹാരമെങ്കിലും കൊടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഒരു മര്യാദയെങ്കിലും കാണിക്കണമെന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇത് കണ്ടോ, ഈ ആനകൾ രാത്രി വന്നിട്ട് ഇന്നലെല്ലാം വന്നിട്ട് പറിച്ചിട്ട കോലായത്. ഈ ചുറ്റുഭാഗം കണ്ടില്ലേ, ഇതിലെല്ലാം മൊത്തം ഒരു മണി നെല്ലില്ല ഇതിൽ ശരിക്കും. കാരണം ഇതെല്ലാം തുഞ്ച് പറിച്ചിട്ട് മൊത്തം തുമ്പിക്കൈ കൊണ്ട് ചുറ്റി പറിച്ചിട്ട് നെല്ല് മാത്രം അടിച്ചു വന്ന് വെറും കച്ചീൻ്റെ താഴെ ഭാഗത്ത് മാത്രമാണ് ഇതുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഉള്ളത് ഫുള്ള് കച്ചീൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം പറിച്ച് മൊത്തം പറിച്ച് നെല്ല് കഴിക്കാനാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് കണ്ടില്ലേ എത്ര ഇതൊക്കെ, അല്ലാതെ പുല്ല് കഴിക്കാനല്ല. പുല്ലല്ല ഇത്, ഇനി മെയിൻ നെല്ല്. ഈ നെല്ല് അങ്ങനെ തന്നെ ചുറ്റി കൂട്ടിയിട്ട് അത് മാത്രം പറിച്ച് കഴിക്കുക അല്ലേ. അതാണ് ഈ ആന കൊണ്ടുവന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ നെല്ലും കാര്യങ്ങളൊന്നും അധികം ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല. പുല്ലെന്നാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നും പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാൽ, പക്ഷേ പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മൊത്തം ആന കളഞ്ഞു തന്നെയാണ്. ആന ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചുറ്റി കൂട്ടിയിട്ട് എടുക്കുകയാണ്. ചുറ്റിക്കൂട്ടി എടുക്കുക. അതെ, തുമ്പിക്കൈ കൊണ്ട് ആ നെല്ലുള്ള ഭാഗം മാത്രമേ, നെല്ല് എൻഡിൽ മാത്രം മധുരപ്പല്ല ഇപ്പം വരുന്നത്, അത് മാത്രം ചുറ്റിക്കൂട്ടി അടിക്കുക അല്ലേ. പുല്ലപ്പം ബാക്കി പകുതിയാണ്. നമുക്ക് ഇതിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇത് മൊത്തം തന്നെ കളഞ്ഞു തന്നെയാട്ടോ. പക്ഷേ ആന ചവിട്ടിന് പോയ സ്ഥലം മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു നല്ല രീതിയിൽ ഇത് പോയിരിക്കുന്ന നെല്ല് തന്നെയാണ്, ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങോട്ട് വന്നേക്കാം, ഇനിയുണ്ട്. ഇതാണ്ടില്ലേ, ഇവിടെ എല്ലാം ഇതെല്ലാം കഴിച്ചു പോയതാ. എല്ലാം കണ്ടോ, നടന്നു കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളത്. പിന്നെ ഇതിലിങ്ങനെ നോക്കിയാൽ ഇത് കണ്ടില്ലേ, ഇവിടെയാണ് അത് കൂടുന്നത്. ഇതാ പിട്ടം കണ്ടോ, നോക്കിയാ. എന്നിട്ട് ആ ഫോറസ്റ്റുകാർ വന്നിട്ട് മറ്റേ പന്നിയാന്ന് പറഞ്ഞത്. ഇത്തിരി ഇത് കണ്ടിട്ട് കണ്ടില്ലേ ഓല് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ അയൽവാസികളോട് ഇത് പന്നി ഇറങ്ങിയതാണ്. ഇതൊക്കെ ഇതൊക്കെ ഇത്തിരി സാധനങ്ങൾ ഇട്ടിട്ട് പിന്നെ ഏടിയ ഇത് അതിൽ അതാ ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല. ഇത് ഒഴിവാക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ആർക്കും വേണ്ടല്ലേ. ഇനി നമുക്ക് എന്തിനാ ഇത് ഇത്ര സാധനം കിട്ടിയിട്ട് എന്താക്കാനാ? അത്രയും നഷ്ടങ്ങൾ, കടങ്ങൾ വന്ന് ഓരോ ഇസാഫ് എന്ന് പറയുന്ന ബാങ്കിനൊക്കെ ലോൺ എടുത്തിട്ട് നമ്മളിത് ചെയ്തേ. അല്ല, ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാനൊരു പാവപ്പെട്ട കാരണം എനിക്ക് തന്നെ വീട് കിട്ടി തന്നെ മറ്റേ ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സംഘടന വീട് തന്നുക. ഒരു സംഘടന തണൽ വില്ല എന്ന് പറഞ്ഞ ഒരു സംഘടന എനിക്ക് വീട് തന്നു. അത് എവിടെ വന്ന പനമരത്ത് അന്വേഷിച്ചാലും അറിയാം. ഞാൻ അവിടെ താമസിക്കും. പിന്നെ കൃഷീൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ പണ്ടേ എൻ്റെ ഫാദർ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പാരമ്പര്യം ഞാൻ ഏറ്റെടുത്തതാണ്. പക്ഷെ അതിപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയായിപ്പോയി. ഇപ്രാവശ്യം കട എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല, ഫുൾ കടയായിരിക്കും. കാരണം ഇത് കൊയ്ത് കഴിഞ്ഞിട്ട് വേണം ട്രാക്ടറുകാരൻ വരും, അവർക്ക് പൈസ കൊടുക്കണം. ഈ നഷ്ടമായതൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. വളക്കടയിൽ അവർക്ക് പൈസ എല്ലാം നമ്മൾ കൊയ്തിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇതാക്കുന്നത്. അതാണ് പ്രശ്നം. ഫുള്ള് നഷ്ടമാണ്. കടങ്ങൾ കയറിയാന്നല്ലാണ്ട് ഒഴിവാവില്ല. ഫുള്ളും പോയില്ലേ. അതല്ല, അവിടെ എല്ലാം കണ്ടില്ലേ, ഒരു കണ്ട ഒഴിവ്, ഒറ്റൊരു കണ്ടം ബാക്കി വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം കൊണ്ടുപോയി. എല്ലാ കണ്ടം ചവിട്ടി നശിപ്പിച്ചില്ലേ. ഫോറസ്റ്റുകാർ ഇന്ന് രാവിലെയും കൂടി ഇവിടെ വന്നിക്ക്. കാട്ടാനെ ചവിട്ടി സത്യം പറയാൻ നിങ്ങളെയൊക്കെ നെഞ്ചത്തല്ലേ. പിന്നെ പറഞ്ഞാൽ മതിയോ, ഇതിവിടെ എന്താ പറയുക, ഞാൻ മതിയായിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഈ ഞായറാഴ്ച മുതൽ സമാധാനമില്ല മൊത്തം. എന്താ പറയുക, തന്നെത്താനെ വന്ന് ഇവിടെ നിന്ന് ഓടിക്കാനും പറ്റൂല്ലേ. ഇല്ല, ഇങ്ങനത്തെ ഒരു ജീവിയായിരുന്നു. ഇന്നലെ രാത്രി ഇവര് വിളിച്ച്, ആ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വരാനാ രാത്രി 11 മണിക്കൊക്കെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇത് ഓടിക്കുക? അവർ പറഞ്ഞു വന്നൊന്ന് ഓടിക്കുക. ഞാൻ എങ്ങനെ ഓടിക്കും? ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കഴിക്കുന്ന ആൾ കഴിച്ചു പോട്ടെ എന്ന് വെച്ചു, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാം. ഇതൊന്നും പറയാനില്ല, പറയാൻ കഴിയൂല. അതാണ് പ്രശ്നം. നെല്ല് ഇതെല്ലാം മൂത്ത്, ഇനി മൂക്കാനൊന്നുമില്ല. ഇത് 15 ദിവസം കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ കുറച്ച് അരിയായി. കണ്ടോ, ഇത് അരിയായി കണ്ടോ. ആകെയുള്ള 15 ദിവസം കൊണ്ട് ഇത് അരിയായി
സംഭവം. 15 ദിവസം കൂടെ. 15 ദിവസം കൊണ്ട് ഇതാ ഇതിങ്ങനത്തെ നോക്കി അറിയാതാ കണ്ടോ നെല്ലായി. ഇനി ആവാനില്ല കണ്ടില്ലേ, നെല്ലായി. ഈ നെല്ലാണ് നശിപ്പിച്ചത്. പിന്നെ എന്താ ചെയ്യുക? ഇത്ര ദിവസം ഉണ്ടായിട്ട് 15 ദിവസം കൂടി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കഴിച്ചലായി പോകും. കറക്റ്റ് ഒരു 15 ദിവസം കൊണ്ട് ആ ഒരു സമയം നെല്ലായി. ഇത് കണ്ടോ, കുറേ നെല്ലായി. ഇത് നെല്ലാണ്, ഇതിനി ഒന്നുമില്ല, ഇത് നെല്ലായി. ഇത് ഫുള്ള് നെല്ലായി. 15 ദിവസം കൂടെ ഒരു സമയം തരുമായിരുന്നെങ്കിൽ. പിന്നെ 15 ദിവസം കൊണ്ടായല്ല. ഇതാണ് ആ ഒരു നെൽപ്പാടം. അതിന് തൊട്ട് ചേർന്ന് തന്നെ നിൽക്കുന്ന അവരോട് ഇതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വീടാണിത്. ഈ ചേച്ചിയും ഇവരൊക്കെ ഇന്നലെയും 2-3 ദിവസമായിട്ട് ആനേനെ കാണുന്നതാണ്. നമുക്ക് ഇവരോട് നയിക്കാം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സിനാൻ. സിനാൻ. ഇങ്ങനെ എത്ര ദിവസമായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ട്? ഇതിപ്പോൾ ഏകദേശം 2 ആഴ്ച ആന വരുന്നുണ്ടല്ലേ? അപ്പോൾ ഇത് എല്ലാ വർഷവും ഈ സമയത്ത് വരുന്ന? അതെ, എല്ലാ വർഷവും ഉണ്ടാവും. മഴക്കാലമായ മഴക്കാലത്തും ഉണ്ടാവും. കാലത്തുണ്ടല്ലേ? ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോൾ രാത്രി അറിയുന്നുണ്ടോ നിങ്ങൾ? രാത്രി ഞങ്ങൾ കിടക്കാൻ നേരത്താണ് അറിഞ്ഞത്. അതിപ്പോൾ ഒരു സൗണ്ട് കേട്ടപ്പോൾ പുറത്തിറങ്ങി നോക്കിയതാ. എത്ര മണിയായപ്പോൾ? ഒരു 10 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് എത്തുന്നുണ്ടല്ലേ? പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എത്തും. 8 മണി ആ ടൈമിനൊക്കെ എത്തും. സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ ഇറങ്ങി നോക്കിയാ? നമ്മൾ ഇറങ്ങി നോക്കിയതാ. ആനുണ്ട് എന്ന് മനസ്സിലായി. എത്ര ആനനെ കണ്ടു? ആനനെ ഒന്നിനെ കണ്ടുള്ളൂ. ആണല്ലേ? എന്തായാലും പക്ഷേ ഒന്നിൽ കൂടുതൽ എന്തായാലും 2-3 എന്തായാലും ഉണ്ടല്ലേ? ചവിട്ടി നശിപ്പിച്ച ആ ഒരു ഇതൊക്കെ മുകളിൽ നിന്ന് കണ്ടിട്ടേ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ അതിനെ ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ? അത് ഇവിടെ ആദ്യമൊക്കെ വാച്ചർമാരുണ്ടായിരുന്നു. ഈ വർഷം വാച്ചറെ കണ്ടിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ ഒരു വരാന്നാ പറഞ്ഞത്. അവർ അപ്പോൾ വന്ന് നോക്കിയിട്ടൊന്നുമില്ല? ഇല്ല. ഒരു ഇന്ന് വന്ന് നോക്കി. ഇത്ര അടുത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പേടിയൊക്കെ ആകുന്നില്ലേ? പേടിയുണ്ട്. എന്നാലും രാത്രി ഒരു ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങൂലായിരിക്കും അല്ലേ? ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. അല്ലേ? ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ടുള്ള റോഡാ? ഇത് നീർവാര ആ ഭാഗത്തേക്കുള്ള റോഡല്ലേ? അവിടുന്ന് ആ ഭാഗത്തുനിന്നല്ലേ യാന വരുന്നത്? നീർവാരം അമ്മാനി ഭാഗത്തുനിന്ന് അല്ലേ? അമ്മാനി ഭാഗം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആകാശത്തു നിന്നുള്ള ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മളിതെല്ലാം ശരിക്കും നമുക്ക് കാണാനായിട്ടും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാ വർഷവും ഈ പ്രദേശത്തൊക്കെ ഇറങ്ങാറുള്ളതാണ്. പക്ഷേ അതിനൊരു മാറ്റവും വരുത്താതെ എല്ലാ വർഷവും ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഇതൊന്നും തടയണമെന്നോ അല്ലെങ്കിൽ ഈ കർഷകരെ സംരക്ഷിക്കണമെന്നോ ഒന്നും ഒരാഗ്രഹവും ഇല്ല. കർഷകർ സ്വന്തം റിസ്കിൽ കൃഷി ചെയ്യുക, വേണമെങ്കിൽ വിളവെടുത്തോളുക എന്നുള്ളൊരു മട്ടായിപ്പോയി. അതായത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും ചെല്ലുന്ന എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ കർഷകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന പ്രതികരണം ഇത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ വലിയൊരു അവഗണന തന്നെയാണ് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതുപോലെ വന്യമൃഗശല്യം രൂക്ഷമായി തന്നെയാണ് വയനാട്ടിലെ പല പ്രദേശങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം നെല്ല് കൊയ്യാനായ ഒരു സ്ഥിതിക്ക് പല സ്ഥലത്തും ഇതേപോലെ ആന കൃഷി നശിപ്പിക്കുന്നുണ്ട്. കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ടാണ്. നമ്മളിപ്പോൾ ഇച്ചിരി മുന്നേ കണ്ട ആ ഒരു ആകാശ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അത് 1, 2, 3, 4 ആനയൊന്നുമല്ല. അത്രയും ഒരു ഏരിയ കംപ്ലീറ്റ് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു 3-4 ആനയെങ്കിലും ഉറപ്പായിട്ടും കാണും. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രദേശത്താണ് ഒരു 2-3 മാസം മുന്നേ പനമരം ടൗൺ എന്ന് പറയുന്ന ആ ഒരു ടൗണിൽ അതിനോട് ചേർന്നുള്ള ആ ഒരു പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി ഒരു 4 കാട്ടാന ഒരു ദിവസം മുഴുവൻ ഇവിടെയുള്ള ജനങ്ങളെല്ലാം മുൾമുനയിൽ നിർത്തി നിന്ന ആ ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അതേ വഴിക്ക് തന്നെയാണ് ഈ ആനകൾ വന്നത്. ഒരുപക്ഷെ ആ ആനകൾ തന്നെ ആകാനും സാധ്യതയുണ്ട്. ഏതായാലും വളരെ കഷ്ടം തന്നെയാണ് ഇവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അധികാരികളുടെ അടുത്തേക്ക് ഇതിൻ്റെ ശ്രദ്ധ എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതായത് ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.